ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ദേവയാനിയും നയനയും തമ്മിൽ നല്ല സെറ്റായിരിക്കുകയാണ് കേട്ടോ. ആരും അറിയാതെയുള്ള ഒളിച്ചെളിയെ കനകയും ഗോവിന്ദനും ഒക്കെ അത് കണ്ടുപിടിച്ചെങ്കിലും ആദർശിനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും നയന ആ വിവരം ആദർശിനോട് പറയേണ്ടത് തന്നെയായിരുന്നു. കാരണം ആദർശ് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അമ്മയും നയനയും തമ്മിൽ നല്ല സ്നേഹത്തിലാവണം, അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നയനെ അത് ആദർശിനോട് പറയേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ദേവയാനിയും നയനയും കൂടെ ആദർശിനെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. ഇത് കുറച്ചൊക്കെ ആദർശിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് നയനയോടൊരു വലിയ പിണക്കത്തിലേക്ക് തന്നെ ആദർശ് പോവുകയാണ്. അങ്ങനെ നയനയോട് വീട്ടിൽ പോയി നിന്നോളാനൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയും ദേവയാനിയും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. പക്ഷേ അനന്തപുരിയിൽ ആർക്കും അത് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ ആദർശിന് ചെറുതായിട്ടൊക്കെ ഒരു സംശയം വീണിരിക്കുകയാണ്. ഒരു ദിവസം ആദർശ് നോക്കുമ്പം നയനയും ദേവയാനിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ഒളിച്ചു തന്നെ ഇങ്ങനെ നോക്കുക. അപ്പം നയനയോട് പറയുന്നുണ്ട്, മോളെ, നമ്മൾ ഈ വിവരം ഇപ്പം കനകയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞു. അതുപോലെ ഇവിടെയുള്ള അസൂയ കൂട്ടങ്ങളും മറ്റുള്ളവരൊന്നും അറിയണ്ട. എന്നെ കുറച്ച് നാൾ ഇവരെല്ലാം കുരങ്ങ് കളിപ്പിച്ചല്ലേ. അതുകൊണ്ട് ആദർശിനോടും ചേട്ടനോടും പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളൂടെ ഇങ്ങനെ അങ്ങ് കളിക്കാമെന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, അത് കൊള്ളാമേ, അങ്ങനെ ആവട്ടെ, ആദർശനോടും കുറച്ച് നാളത് പറയണ്ട എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയണ്ട മോളെ എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മേ, ആദർശനോട് അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ ആദർശൻ അതൊരു പിണക്കമൊക്കെ ആയിട്ട് മാറിയല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എന്തോ ഒരു പരിഭവം പോലെയാണ്. ആ ആദർശേട്ടൻ വന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ കൂടെ പോരാതിരുന്നത് ആദർശേട്ടനൊരു വിഷമമായിട്ടുണ്ട്. അത് ഒരു പരിഭവമുണ്ട്. ഇപ്പം ഞാൻ തിരിച്ചിവിടെ വന്നിട്ടും എന്നോട് അതുപോലൊരു അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു സംശയമുള്ള പോലെ തോന്നുന്നമ്മേ. ഇത് കളി കാര്യാവോ എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഓ, എന്ത് കളി കാര്യാവാനാന്നേ, കുറച്ച് നാളൂടെ ഇങ്ങനെ പോട്ടെ. അവൻ അങ്ങനൊന്നും മനസ്സിൽ വെക്കുകയല്ല. മോളോട് അവന് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ കുറച്ച് നാളിത് മറച്ചു വെച്ചാലും അവൻ മോളോട് പിണങ്ങാനൊന്നും പോകുന്നില്ല. അങ്ങനെ പിണങ്ങിയെങ്കിലും അമ്മ കൂടെ ഇല്ലേ, അമ്മ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം നേരെയാക്കാം മോളെ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര ഒളിച്ചുകളിയൊക്കെ നടത്തുക. അപ്പോൾ ആദർശ് കാണുന്നുണ്ട് ഇവരിങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ. അപ്പോൾ ആദർശ് മനസ്സിലിങ്ങനെ വിചാരിക്കുക, എന്തോ ഉണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അമ്മ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടൊന്നും വരികയില്ല. അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവുകയേ വേണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് എൻ്റെ കുഴപ്പം, എൻ്റെ കണ്ണുകളുടെ പ്രശ്നമാണോ ഇത് എന്നൊക്കെ വിചാരിച്ച് ആകെപ്പാടെ ഒരു ടെൻഷനിലാവുകയാണ് കേട്ടോ. നയന എന്നോട് ഈ സത്യം എന്താ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ആദർശ് ചിന്തിക്കുകയാണ്. അങ്ങനെ ആദർശ് പോയിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ അനി ചോദിക്കുക, എന്താ ആദർശേട്ടാ? ആദർശേട്ടനൊരു സംശയം എന്നോട് ചോദിക്കാൻ മാത്രം? അത് നിൻ്റെ ഏടത്തെക്കുറിച്ചിട്ടാണ്, നയനെക്കുറിച്ചിട്ട്. അതെന്താ നയനേടത്തെക്കുറിച്ചിട്ട് ഇപ്പം ചോദിക്കാനായിട്ട്? അല്ല, നയന എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, എൻ്റെ തോന്നലാണോ എന്ന്. എന്ത് മറച്ചു വെക്കുന്ന ആദർശേട്ടാ? നയനേടത്തി ആദർശേട്ടനിൽ നിന്ന് എന്ത് മറച്ചു വെക്കാനാ? അല്ല, അങ്ങനല്ല അനി, അമ്മയും അവളും തമ്മിൽ ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അനി ചോദിക്കുക, അതെന്താ ആദർശേട്ടാ ഇപ്പം അങ്ങനെ ഒരു തോന്നല്? എന്താ വല്യമ്മയും അതുപോലെ നയനടത്തിയും തമ്മിൽ എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് എന്തുണ്ടെന്ന് ഇപ്പം അറിയുന്നത്? അല്ല, അവരെന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. നിനക്കറിയാലോ, അമ്മയ്ക്ക് അവളോട് നല്ല ദേഷ്യമായിരുന്നല്ലോ. പക്ഷേ ഇപ്പം അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഉടനെ അനി പറയാണ്, അത് നേരാ, വല്യമ്മയ്ക്ക് പഴയ ആ ദേഷ്യമൊന്നും നയനേടത്തിയോടില്ല. സർജറിക്കൊക്കെ ശേഷം വല്യമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നി. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതിനെന്താ ആദർശേട്ടാ, അത് നല്ല കാര്യമല്ലേ, മാറട്ടെ, വല്യമ്മ മാറട്ടെ. നയനേടത്തി നല്ല സ്വഭാവമുള്ള ആളല്ലേ, അതുകൊണ്ട് തന്നെ വല്യമ്മയുടെ സ്വഭാവം മാറ്റിയെടുക്കും. അതല്ല, പക്ഷേ ഇപ്പം അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നയനയാണ് കരൾ കൊടുത്തതെന്നുള്ളത്. അതുകൊണ്ടാണോ നയനയോട് ഇത്രയും സ്നേഹം എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം അനി ചോദിക്കുക, അതെന്താ ആദർശേട്ടാ അങ്ങനെ ഒരു സംശയത്തിന് വക? അല്ല, ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ നയന പോയിട്ട് അവളുടെ വീട്ടിൽ നിൽക്കുകയാണ്, ഇനി തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. അമ്മ ചെന്ന് മാപ്പ് പറഞ്ഞാലേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം ഒരു മടിയും കൂടാതെ അമ്മ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ.
അവിടെയാണ് എനിക്ക് സംശയം തുടങ്ങിയത്. ഒരിക്കലും അമ്മ അങ്ങനെ പോകുന്ന ഒരാളല്ല. ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും നയന വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അത് അമ്മ അവളെ ചെന്ന് വിളിക്കും എന്നുള്ള ധൈര്യം അവൾക്ക് ഉള്ളത് കൊണ്ടല്ലേ. അമ്മ ഒരു മടിയില്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നു. അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ കൂട്ടിക്കൊണ്ടു വന്നത്. അവർ തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയല്ലെന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ടും എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി പോലെ. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നയന പോലും എന്നോട് പറയുന്നില്ല. ഇനി അതുപോലെ അമ്മയും അങ്ങ് വിട്ടൊന്നും പറയുന്നില്ല. ഭയങ്കര ഒരു അഭിനയം പോലെ. ഇതൊക്കെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. എന്തായാലും അവരെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. നയനയെ അമ്മ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതുവാ. ഇപ്പം അതൊക്കെ ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാ എന്നോട് മറയ്ക്കുന്നത്? ഇനിയിപ്പോൾ അമ്മ പറഞ്ഞില്ലെങ്കിലും നയനെ അത് എന്നോട് പറയണ്ടേ അനി? അതെനിക്കൊരു വിഷമമുണ്ട് എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അതൊന്നുമില്ല ആദർശേട്ടാ, അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആദർശേട്ടനോട് പറയാതിരിക്കില്ല നയനേടത്തി എന്ന് പറയാണ്. എന്നിട്ടും ആദർശിൻ്റെ മനസ്സിൽ മുഴുവൻ ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുക. ആദർശ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, നയനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പൊറുക്കില്ല. ഞാൻ അവളോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എന്നോടൊരു അകൽച്ചയാണ് നയനയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അതേസമയം ദേവയാനിയാണ് ഗംഭീര അഭിനയം കാഴ്ചവെക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിചയമില്ലാത്തവരെ പോലെ ഇങ്ങനെ പെരുമാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ അനാമികയാണെങ്കിൽ അവളുടെ വീട്ടിലാണല്ലോ. അനാമിക അവിടെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറി കൂടിയിട്ട് ആ സ്വത്തൊക്കെ അങ്ങ് അടിച്ചു മാറ്റണം, ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ന് പറയണം. അതേസമയം വേണു പറയുന്നുണ്ട്, അത് നേരാ മോളെ, നീ നയത്തിലൊക്കെ നിൽക്കണം. പഴയ ആ ദേഷ്യവും വിഷമവും വെപ്രാളവും ഒക്കെ നീ നിർത്തണം. നീ ഒന്ന് അഭിനയിക്കങ്ങോട്ട് അവരെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ. കാര്യം എന്താന്ന് വെച്ചാലേ ആ നന്ദു അവളിനി SI ആയിട്ടൊക്കെ തിരിച്ചു വരുവാണെങ്കിൽ പിന്നെ ആ ഒരു പണി നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെ ഒരു കാര്യത്തിൽ അവളെ വെറുപ്പിക്കണ്ട. വെറുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല കള്ളത്തരങ്ങളും പോവും. അതുകൊണ്ട് നീ അങ്ങ് തഞ്ചത്തിൽ നിന്ന് ആനിയെ മയക്കുക, സ്വത്തൊക്കെ അങ്ങ് മേടിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു വിടുവാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ നന്ദുവിന് ട്രെയിനിങ്ങിനൊക്കെ പോകാനുള്ള സമയമാകുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോകാൻ സമയമാകുമ്പോഴേക്കും ദേവയാനി നയനയോട് പറയുന്നുണ്ട്, നയനെ, നന്ദുമോള് ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് അവൾക്കൊരു കുറച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാ. ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കണം എന്ന് ഇവിടെ വെച്ചിട്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ കൊടുക്കും? അനാമികയല്ലേ ഇവിടെ ഉള്ളത്. അവൾ നന്ദു വരുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ നയന പറയാ, ശരിയാ, അതുകൊണ്ട് വേണ്ടമ്മേ, അങ്ങനെയൊന്നും വേണ്ട. നന്ദു ഇനി ഇവിടെ വന്നിട്ട് അനിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവണ്ട. അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അവൾ വായു തോന്നുന്നൊക്കെ വിളിച്ചു പറയും. നന്ദുവും പറയും. രണ്ടുപേരും തമ്മിലെ പ്രശ്നവും വഴക്കും ഒക്കെ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, എന്തായാലും നന്ദുവിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം ഞാൻ ഇവിടെ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കൊടുക്കും. ഇനി അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നിട്ട് ദേവയാനി തന്നെ നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു, അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് പോവല്ലേ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ടൊരു ദിവസം വരണം. ഇവിടെ ഒരു സദ്യ ഞാൻ തരാം. കാരണം ഞങ്ങളുടെയൊക്കെ ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം നന്ദു കഴിക്കണം. അതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണെന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ ആദർശേട്ടൻ്റെ അമ്മേ. പക്ഷേ അവിടെ ഞാൻ വന്നു കഴിയുമ്പം അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവൾ അതും ഇതുമൊക്കെ പറയും. എന്തിനാ വെറുതെ അനിയുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ഞാൻ നിൽക്കുന്നത്? അപ്പോൾ ദേവയാനി പറയാണ്, അതൊന്നും കുഴപ്പമില്ല. അനാമിക എന്ത് പറയുന്നു എന്നൊന്നും നീ വിചാരിക്കണ്ട. നീ ഇങ്ങോട്ട് പോരണം എന്ന് പറയാണ്. അപ്പോൾ നന്ദു സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അത് ചെന്ന് നവ്യയോട് പറയുന്നുണ്ട്, നവ്യേച്ചി, ആദർശേട്ടൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം അവരോടൊപ്പം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ ചെയ്യുക? അങ്ങോട്ട് ചെന്നാൽ ആ അനാമിക അവൾ എന്നെ വെറുതെ വിടില്ല. അവൾക്കൊട്ടും ഇഷ്ടപ്പെടില്ല. അവളുടെ മുഖം കാണാനും അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാനുമായിട്ട് ഞാൻ പോകണ്ടേ? അപ്പോൾ നവ്യ പറയാണ്, ആഹാ, ആദർശേട്ടൻ്റെ അമ്മ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോകണം. പോകാതിരിക്കണ്ട. അമ്മായി സ്നേഹത്തോടു കൂടി വിളിച്ചതല്ലേ. ഇതിനു മുമ്പ് നമ്മളോടൊക്കെ എന്തുമാത്രം ദേഷ്യത്തിലിരുന്നതാണ്. നമ്മളെ ആരെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ സ്നേഹത്തോടു കൂടി അങ്ങനെ വിളിച്ചിട്ടുണ്ടേ മോള് തീർച്ചയായിട്ടും പോകണം. മോൾ അവിടെ ചെന്നാൽ അനാമികയ്ക്ക് മാത്രമല്ലേ ഇഷ്ടമില്ലാതുള്ളൂ. എൻ്റെ അമ്മായിയമ്മയ്ക്കും ആ ഇളയമ്മയ്ക്കും ഒക്കെ അല്ലേ ഉള്ളൂ ഇഷ്ടമില്ലാതുള്ളൂ. അവരൊക്കെ ഇഷ്ടപ്പെട്ടാലെന്താ, ഇഷ്ടപ്പെട്ടില്ലെന്താ, മോള് തീർച്ചയായിട്ടും പോകണമെന്ന് പറയാം. അപ്പോൾ അനാമിക പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുമ്പം നവ്യ പറയാ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ നവ്യ അനാമികയെ വിളിക്കുകയാണ് കേട്ടോ നന്ദു പോകുന്ന ദിവസം.
എന്നിട്ട് പറയുന്നുണ്ട്, എടി ഞാൻ നവ്യാണ്, ഞാൻ വിളിച്ചതിനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ അനിയത്തി നന്ദു ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. SI ട്രെയിനിങ്ങിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളെ അവിടെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. അവൾ അവിടെ വരുമ്പം നിന്റെ മുഖം കറുത്ത് നീയൊന്നും പറയരുത്. അപ്പോൾ അനാമിക പറയാണ്, അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് ഈ വീടിൻ്റെ പടി കയറരുതെന്ന്. പിന്നെയും നിങ്ങൾ അവളെ ഇങ്ങോട്ട് തള്ളിവിടുകയാണല്ലേ? ഓ, അനിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും അവളെ കയറ്റി വിടണം, അതല്ലേ നിങ്ങളുടെ എല്ലാം ഉദ്ദേശം? എൻ്റെ ജീവിതം തകർക്കണം. അവളിവിടെ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട. അപ്പം നവ്യ പറയാണ്, ഓഹോ, അപ്പം നീ രണ്ടും കൽപ്പിച്ചാണ്. നീ വെറുതെ ഇരിക്കാനുള്ള ഭാവമൊന്നുമില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നന്ദു അവിടെ വരുമ്പം നീ എന്തെങ്കിലും മുഖം കറുപ്പിച്ച് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും നിൻ്റെ അമ്മയും കൂടിയാണെന്ന് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതെന്നും വല്യമ്മ അത് കഴിച്ചതെന്നും ഒക്കെയുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയും. നീയും നിൻ്റെ അമ്മയും കൂടിയാണ് പാലിലന്ന് വിഷം ചേർത്ത് വെച്ചതെന്നും അമ്മായി അത് കുടിച്ചാണ് ആശുപത്രിയിലായതെന്നും മരണം വരെ എത്തിയതെന്നും ഒക്കെയുള്ള വിവരം ഞാൻ എല്ലാവരോടും പറയും. പിന്നെ നിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ. അകത്ത് വരെ പോയി കിടക്കേണ്ടി വരും മോളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. നന്ദു അവിടെ വരുമ്പം നീ മുഖം കറുപ്പിക്കാനോ അവളോടൊന്നും പറയാനോ പോകാൻ പറ്റില്ല. അവളോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറി അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തോണം. ഇല്ല, നിന്റെ കാര്യം കട്ട പോകുകയാണെന്ന് പറയണം. അപ്പോൾ അനാമികയ്ക്ക് പിന്നെ വേറെ ഒരു രക്ഷയില്ല. എന്തായാലും നന്ദുവിനോട് സ്നേഹത്തോടെ പെരുമാറാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്, സാരില്ല, നാശം. ഇനിയിപ്പം ഈ വിവരം കൂടി ഇവിടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയില്ല. അവളാണെങ്കിൽ SI ട്രെയിനിങ്ങിന് പോവുക. തിരിച്ചു വരുമ്പോൾ ഇനി ഒരു SI ആയിട്ടാണ് വരുന്നത്. ഇവിടെ അടുത്തെങ്ങാനും പോസ്റ്റൂടെ കിട്ടുകയാണെങ്കിൽ പിന്നെ തീർന്നു. എല്ലാ കള്ളത്തരങ്ങളും അതുപോലെ പുറത്താവും. അതുകൊണ്ട് ഇത്തിരി മയത്തിലൊക്കെ നിന്നേക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിന്നേക്കാം. ഇവിടുത്തെ സ്വത്തുക്കൾ കുറേയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അത് മാത്രമേ മാർഗമുള്ളൂ എന്ന് പറയണം. അങ്ങനെ നന്ദു വരികയാണ്. നന്ദുവിനെ ഭക്ഷണം കഴിക്കാൻ ദേവയാനി ഇങ്ങനെ വിളിച്ചിരുത്തിയിരിക്കുക. എല്ലാ കൂട്ടം ഭക്ഷണങ്ങളും ദേവയാനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അനാമിക വരുന്ന കാണുമ്പം നയനയ്ക്ക് ഒരു പേടിയൊക്കെ ഉണ്ട്. ഇവളിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം അനാമിക ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് വിളമ്പി കൊടുക്കുവാണ് നന്ദുവിന്. എന്നിട്ട് പറയുന്നുണ്ട്, ആവശ്യത്തിന് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ SI ട്രെയിനിങ്ങിനൊക്കെ പോവല്ലേ? SI ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് ഒരു SI ആയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മളോടുള്ള ശത്രുതയും വൈരാഗ്യമൊക്കെ മറക്കണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ ഓർത്ത് എന്നോടിനി അത് മനസ്സിൽ വെച്ച് പെരുമാറണ്ട. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതും വിളമ്പി തരുന്നതും ഒക്കെ. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അനാമിക ഭക്ഷണമൊക്കെ വിളമ്പി നന്ദുവിന് കൊടുക്കുകയാണ്. മനസ്സിൽ മുഴുവൻ ദേഷ്യമാണ് കേട്ടോ. പക്ഷേ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി അനിയയുടെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അനാമികയുടെ ഈ പരിപാടി. അത് മനസ്സിലാകുകയാണ് നയനയ്ക്ക്. നയന നന്ദുവിനോട് പറയുന്നുണ്ട്, കണ്ടോ അവൾ മാറിയത് കണ്ടോ? ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല, അവളിങ്ങനെ മാറുകയല്ല. മോളെ നന്ദു, നീ വിചാരിക്കേണ്ട കേട്ടോ. ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നീ വിളിതി വല്ലതും ചേർത്തിട്ടുണ്ടോ വാ. അപ്പം നന്ദു പറയാ, എൻ്റെ ചേച്ചി അതെനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇവളിങ്ങനെ മാറുമോ? ഒരിക്കലും ഇവളിങ്ങനെ മാറുകയല്ലോ. അപ്പം നയന പറയാ, എടി അവളെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പം നീ പോയിട്ട് SI ആയിട്ടൊക്കെ വരുമ്പോൾ പിന്നെ അവൾക്ക് പേടിയുണ്ടാവും അവിടെ കള്ളത്തരങ്ങളെല്ലാം പിടിച്ചാലോ എന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവളിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ആവശ്യത്തിന് ഭക്ഷണവും പായസവും എല്ലാം അനാമികയുടെ മുമ്പിൽ വെച്ചിട്ട് നന്ദുവിന് കൊടുക്കുകയാണ് കേട്ടോ. അനാമികയ്ക്ക് നല്ല ദേഷ്യം ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തൊന്നും അതൊന്നും കാണിക്കുന്നില്ല. അത് കഴിയുമ്പോൾ നന്ദു അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അനാമിക റൂമിലേക്ക് ചെല്ലുകയാണ്. അനി അവിടെയുണ്ട്. അനിയുടെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് പറയാണ്, ആഹാ, നിനക്കിപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമായി കാണുമല്ലോ. നിൻ്റെ കാമുകിയോടൊപ്പം നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ. എന്തൊരു ഭാഗ്യമാണ് അനി നിനക്ക് എന്ന് പറയാണ്. അപ്പം അനി പറയുന്നുണ്ട്, നീ എന്താ മനസ്സിൽ വെച്ചത്? ഇന്ന് എന്ത് പറ്റി നീ അവളോട് ഉടക്കാതിരുന്നത്? നിനക്ക് പേടിയുണ്ടല്ലേ? അവൾ SI ആയിട്ട് വരുമ്പം നിന്നെ എടുത്ത് ചവിട്ടി കൂട്ടിയാലോ എന്ന് നിനക്ക് പേടിയുണ്ട്, അതുകൊണ്ടല്ലേ? അപ്പോഴേക്കും അനാമിക പറയാണ്, പിന്നെ ഈ അനാമികയ്ക്കാണ് പേടി. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനി അതെൻ്റെ മനസ്സിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, എന്നെ പറ്റിച്ചിട്ട് നിനക്ക് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാവുന്നൊന്നും നീ ഒരിക്കലും ഓർക്കണ്ട. അതുകൊണ്ടല്ല ഇന്ന് ഞാൻ ഇച്ചിരി താണ് തന്നത്. അതിന് വേറെന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്ന് നീ അങ്ങ് ഓർത്തു. അപ്പം അനി പറയാണ്, അത് പിന്നെ എനിക്കറിയില്ലേ, അല്ലെങ്കിൽ പിന്നെ നീ ഇന്ന് ഇത്രയും തകർത്ത് അഭിനയിക്കല്ലോ. നീ ആരെയോ പേടിക്കുന്നുണ്ട്, എന്തോ കള്ളത്തരം നിൻ്റെ പുറത്താവാനുണ്ട്. അതുകൊണ്ടല്ലേ അനാമിക നീ ഇന്ന് ഒതുങ്ങിയത്.
അപ്പോൾ അനാമിക ഞെട്ടിപ്പോവാണ്. ഇനി ഇവനെങ്ങാനും അറിഞ്ഞോ പായസത്തിലെ വിഷം ചേർത്ത് വെച്ച കാര്യം, പാലിൽ വിഷം ചേർത്ത കാര്യം എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് അനാമിക ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം ആദർശം നയനയും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഗൗരവത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. ആദർശാണ് ഇവരെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അതേസമയം ആദർശ് അങ്ങോട്ട് പോയി കഴിയുമ്പം നയന തിരിഞ്ഞ് ദേവയാനിക്ക് ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുക. ദേവയാനി തിരിച്ചും ടാറ്റ കൊടുക്കുക. അപ്പോൾ ഇത് ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. ആദർശിന് മനസ്സിലായിട്ട് ആദർശ് നയനയോട് ചോദിക്കുകയാണ്, എന്താ നീയും അമ്മയും തമ്മിലൊരു ഒളിച്ചുകളി, എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അപ്പം നയന പറയാ, എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാനൊന്നും മറച്ചു വെക്കുന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് സ്നേഹമൊന്നുമില്ല, പണ്ടത്തെ അത്രയും ദേഷ്യമില്ലെന്നേ ഉള്ളൂ, പുറമേ സ്നേഹമൊന്നും അമ്മ കാണിക്കുന്നില്ല എന്ന് നയന തീർത്ത് പറയാണ്. അപ്പം ആദർശ് പല സമയം കൊണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇതെല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ആദർശന് നയനയോട് ഭയങ്കര ദേഷ്യമായിട്ട് വരികയാണ്. നയനയോട് പറയാണ്, അത് നീ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ സത്യസന്ധമായിട്ട് എന്നോട് പെരുമാറുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എത്രമാത്രം കാല് പിടിച്ച് വിളിച്ചു, എന്നിട്ടും എൻ്റെ കൂടെ വരാൻ നീ കൂട്ടാക്കിയില്ല. അമ്മ വരണം എന്നുള്ള വാശിയിൽ തന്നെ നിന്നു. അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പം നീ പോരുകയും ചെയ്തു. അത് എന്നോട് കാണിച്ച ഒരു അനീതിയല്ലേ? ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടില്ലേ? അപ്പോൾ ഞാൻ ഇത്രയധികം നിന്നെ സ്നേഹിച്ചിട്ടും അവിടെ വന്ന് വിളിച്ചിട്ട് നീ വന്നില്ലെന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പം ഇവിടെയുള്ളവരൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നിൻ്റെ അപ്പച്ചിയും ഇളയമ്മയൊക്കെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കിയെന്ന് നിനക്കറിയോ? അതുപോലൊരവസ്ഥ എനിക്ക് തന്നതല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചില കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതി സംസാരമൊക്കെ. അങ്ങനെ ആദർശ് നയനയോട് അകലാനൊക്കെ തുടങ്ങി. അങ്ങനെ സംസാരിക്കാതെയും ഒരു വെറുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങി. ആദർശാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഞാൻ ഇവളോട് തുറന്നൊന്നും സംസാരിക്കില്ല. കാരണം ഇങ്ങനെ ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അവൾ അത്ര ചെറിയ കള്ളിയൊന്നും അല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല നയനയ്ക്ക്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെന്ന്. അങ്ങനെ ജുവലറിയിൽ ഒരു ബെസ്റ്റ് CEO കോമ്പറ്റീഷൻ വരെയാണ്. ഏറ്റവും നല്ല ഡിസൈനുകളൊക്കെയുള്ള ജുവലറി പ്രസൻറ്റ് ചെയ്യുന്നവർക്കാണ് ബെസ്റ്റ് CEO ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദർശ് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വിചാരിക്കുകയാണ്, ഞാൻ നയനയോട് ഒരിക്കലും ആവശ്യപ്പെടില്ല. കാരണം അവൾ എന്നിൽ നിന്ന് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നിടത്തോളം കാലം അവളുടെ ഡിസൈനുകളൊന്നും ഞാൻ ആവശ്യപ്പെടില്ല എന്ന് വിചാരിക്കുക. പക്ഷേ CEO ആയിട്ട് മത്സരിക്കുകയും ചെയ്യണം ആദർശിന്. അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, അവൾ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ, ഞാൻ അവളോട് ചോദിക്കാതെ അതെല്ലാം അടിച്ചു മാറ്റും. അതല്ലേ ആ ഡിസൈനുകളെല്ലാം ഞാൻ പ്രസൻറ്റ് ചെയ്യും. ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ആദർശിന് അവളോട് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ ആദർശ് നയനയുടെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രസൻറ്റ് ചെയ്യുക. നയനയോട് ഒരു വാക്ക് ചോദിക്കുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒന്നിച്ചല്ല കേട്ടോ ആ സമയം അവർ പോകുന്നത്. നയനയെ ഡ്രൈവറാണ് കൊണ്ടുവന്ന് വിടുന്നത്. അതേസമയം ആദർശ് ഈ ഡിസൈനുകളൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിയുന്ന നയന ജ്വല്ലറിയിലേക്ക് എത്താവുള്ളൂ എന്ന് ആദർശിന് നിർബന്ധമുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, നീ എങ്ങനെയും കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യണം, എല്ലാം ഒന്ന് ഡിലേ ആക്കണം. ഞാൻ അവിടെ വന്ന് ഈ സംഭവങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നയന അവിടെ എത്താൻ പാടുള്ളൂ എന്ന് പറയണം. അങ്ങനെ മനഃപൂർവ്വം ഡ്രൈവർ നയനയെ ലേറ്റ് ആക്കുകയാണ്. അതേസമയം ആദർശ് ഈ ഡിസൈനുകളെല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ ബെസ്റ്റ് CEO ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുവാണ്. നയന പക്ഷേ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. തൻ്റെ ഡിസൈനുകളൊക്കെ എടുത്ത് ആദർശേട്ടൻ പ്രസൻറ്റ് ചെയ്തു, തന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊന്നും. അങ്ങനെ നയന ലേറ്റായിട്ടൊക്കെ ഓഫീസിൽ ചെല്ലുകയാണ്. ഈ വിവരമൊന്നും നയന അറിയുന്നില്ല. അതിനുശേഷമാണ് ബെസ്റ്റ് CEO അവാർഡ് ആദർശിന് കിട്ടുമ്പം നയന ചെന്നിട്ട് ചോദിക്കുകയാണ്, ആദർശേട്ടാ ഇത് നമ്മുടെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ട് ആദർശേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ ആദർശേട്ടൻ മത്സരിക്കുന്നുണ്ടെന്ന് പോലും എന്നോട് പറഞ്ഞില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നോട് പറയാതെ ആദർശേട്ടൻ ഒരു കാര്യങ്ങളും ചെയ്യാറില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ സ്വന്തം ഡിസൈനുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞു പോലുമില്ല. ഇതൊക്കെ മോശമായിപ്പോയി ആദർശേട്ടാന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാണ്, മോശമായി പോയെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ എൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്, നീ ഡിസൈൻ ചെയ്തത് എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് എനിക്ക് ബെസ്റ്റ് CEO അവാർഡ് കിട്ടിയെങ്കിൽ അതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നയന പറയാണ്, അതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇതൊന്നും എന്നെ അറിയിക്കാതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ആദർശേട്ടന്. എനിക്ക് അറിയിക്കണം തോന്നിയില്ല. നീ നിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിൽ നിന്ന് നീ ഓരോ കാര്യങ്ങളും മറച്ചു വയ്ക്കുമ്പോൾ നിന്നോടൊരു കാര്യം ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചോദിക്കാതിരുന്ന. അപ്പം നയനയ്ക്ക് മനസ്സിലാകാണ് കേട്ടോ ആ കാര്യം പറയാതിരിക്കുന്നത് കൊണ്ട് ആദർശിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന്. അപ്പം നയന പറയാം, ആദർശേട്ടാ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എന്നോടൊരു കാര്യവും പറയാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിച്ച് ജീവിച്ചിട്ട് എന്താ അർത്ഥം?
ഈ കമ്പനിയിലെ ഈ ഡിസൈനർ പോസ്റ്റിൽ നിന്ന് ഞാൻ അങ്ങോട്ട് രാജിവെക്കുകയാണെന്ന് പറയുകയാണ്. ഈ ചീഫ് ഡിസൈനർ എന്നുള്ള പദവിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയാം, നീ റിസൈൻ ചെയ്യോ എന്ത് ചെയ്യോ ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. നീ ചീഫ് ഡിസൈനറായിട്ട് ഇവിടെ ഇരുന്നില്ലെങ്കിലും ഇവിടെ കച്ചവടമൊക്കെ നടക്കും, കൂടുതലൊന്നും ഇല്ലെങ്കിലും. പിന്നെ നിനക്ക് ചീഫ് ഡിസൈനർ ആയെന്നുള്ള അഹങ്കാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ജോലി രാജിവെച്ചിട്ട് അനന്തപുരിയിൽ നിന്നും കൂടി പൊക്കോ. നിന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമില്ല. എന്നിൽ നിന്ന് പലതും മറച്ചു വെക്കുന്ന നിന്നെ എനിക്ക് കാണണമെന്നേ ആഗ്രഹമില്ല. ജോലി റിസൈൻ ചെയ്തിട്ട് നീ നന്ദാവനത്തിൽ പോയി നിന്നോ എന്ന് പറയുകയാണ് കേട്ടോ, നയനയോട് കടുപ്പിച്ച്. അപ്പോൾ പിന്നെ നയനയ്ക്ക് ഒന്നും പറയാനില്ല. കാരണം അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ അത്രയും വലിയൊരു മുറിവൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് നയനയ്ക്ക് മനസ്സിലാകാണ്. നയനെ അത് ദേവയാനിയോട് പറയുന്നുമുണ്ട്. ദേവയാനി അപ്പം ഞെട്ടിപ്പോവാണ്. ദേവയാനി പറയാണ്, നമ്മുടെ കളി കാര്യമായല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പിന്നെ നയനയോട് മിണ്ടുന്നില്ല, വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാണ്. അങ്ങനെ നയന നന്ദാവനത്തിലേക്കൊക്കെ പിണങ്ങി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ എപ്പിസോഡുകൾ വരുന്നുണ്ട്. പിന്നെ പിണക്കമൊക്കെ മാറാൻ കുറേ സമയം എടുക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്